നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മാമാങ്ക അങ്കവാൾ പ്രയാണം നവാമുകുന്ദന്റെ മണ്ണിലെ നിലപാട് തറയിലെത്തി. തിരുനാവായ മാമാങ്കത്തിലെ വള്ളുവനാടിന്റെ ധീരചരിത്ര പഴമ ഉണർത്തിക്കൊണ്ട് ചാവേർ തറയിൽ നിന്നും മാമാങ്കത്തിന്റെ അങ്കവാൾ തിരുനാവായയിലേക്ക് കൊണ്ടുപോയി 32ാം വർഷമാണ് ഈ ചടങ്ങ് അങ്ങാടിപ്പുറത്ത് നടക്കുന്നത്. തിരുമന്താംകുന്ന് ക്ഷേത്രം ദേവസ്വമാണ് ഇതിന് പ്രാഥമിക ഒരുക്കങ്ങൾ ചെയ്തു വരുന്നത്. രാവിലെ ആയുധാഭ്യാസികൾ ചാവേർ സ്മൃതി നടത്തിയ ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മഞ്ഞളാംകുഴി അലി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാട് രാജാവിന്റെ പ്രതിനിധി, ചാവേർ കുടുംബത്തിലെ പണിക്കന്മാരുടെ പ്രതിനിധി BM ശ്രീജിത്ത് പണിക്കരുടെ സാന്നിധ്യത്തിൽ മാമാങ്ക ആഘോഷ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ MLA മഞ്ഞളാംകുഴിയിൽ അലിയിൽ നിന്നും അങ്കവാൾ ഏറ്റുവാങ്ങി. തിരുമന്താംകുന്ന് ക്ഷേത്രം ദേവസ്വം പ്രതിനിധി ഈശ്വര പ്രസാദ് വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ എക്കോ പ്രസിഡന്റ് പൂവത്തിങ്ങൽ റഷീദ് അധ്യക്ഷത വഹിച്ചു. 95-ൽ പ്രഥമ അങ്കവാൾ യാത്ര ഉദ്ഘാടനം ചെയ്ത മിത്രശരം CV സദാശിവന് ചടങ്ങിൽ ആദരവ് ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്സിറ മുഖ്യപ്രഭാഷണം നടത്തി. MK സതീഷ് ബാബു, ഡോക്ടർ N ശുദ്ധോദരൻ, സതീശൻ കളിച്ചാത്ത്, AK പ്രേമൻ, KT ഹംസ, സുരേഷ് തെക്കിട്ടിൽ, ഇല്യാസ് പള്ളത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാ സംസ്ഥാന DDPCയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണത്തിന് പ്രശസ്ത കവി രാം മോഹൻ, ഹനീഫ രാജാജി, അനിൽ മലപ്പുറം, KV മൊയ്തീൻകുട്ടി, KK റസാഖ് ഹാജി തിരൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നടന്ന സ്വീകരണത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ P മാധവൻകുട്ടി വാര്യർ, ശൈലജ വാര്യർ, ഷംസു കുന്നേക്കാട്ട്, VK സിദ്ദീഖ്, അയ്യപ്പൻ കുറുമ്പത്തൂർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ ഉള്ളാട്ടിൽ സോപാനം തറവാട്ടിലെ സ്വീകരണത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ്, രഞ്ജിനി ടീച്ചർ, ശാലിനി പ്രദീപ്, ഉമർ ചിറക്കൽ എന്നിവർ സംസാരിച്ചു. തിരുനാവായ നിലപാട് തറയിൽ മാമാങ്കം ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ കാടാമ്പുഴ മൂസ ഗുരുക്കൾ അങ്കവാൾ ഏറ്റുവാങ്ങി. KP അലവി, C കിളർ, അസ്കർ പല്ലാർ, സോളമൻ എന്നിവർ സംസാരിച്ചു. ഒരു പ്രസ്ഥാനമാണ് റിയേക്കോ, അതുപോലെ തന്നെ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ്. ഞങ്ങൾ ചെറിയൊരു തുടക്കമെന്ന നിലയിൽ അന്ന് 32 വർഷം മുമ്പ് ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുമ്പോൾ ഇത്രയും കാലം ഇത് നടത്തിപ്പ് കൊണ്ടുപോകാനോ അതുപോലെ തന്നെ ഇന്നത്തെ രീതിയിൽ ഇത് പ്രസിദ്ധമാകുമോ എന്നോ ഒന്നും അന്ന് ധരിച്ചിട്ടില്ല. പക്ഷേ അതിനൊക്കെ തുടക്കമിടാൻ നമുക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമാണ് നിലവിലുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിവിടെ നിർവഹിക്കുന്നു. അതിനുവേണ്ടി വേദികളിലെ എല്ലാ വ്യക്തിത്വങ്ങളും പ്രത്യേകിച്ച് നമ്മളെ MLA തുടക്കം കുറിക്കുന്നതോടുകൂടി ഈ ചടങ്ങിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ശേഷിപ്പുകൾ മുഴുവനും അവിടുന്ന് കണ്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റുള്ള ആൾക്കാർ കയ്യിലായിരുന്ന കാലഘട്ടങ്ങളിൽ കയ്യേറിയുന്ന കുറേ സ്വത്തുക്കൾ അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും ഈ ഒരു ഇതിനെ കൊടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കാം. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. കാരണം ഇതിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. മാമാങ്കം എന്ന് പറയുമ്പോൾ വള്ളുവനാട് രാജാവും അല്ലെങ്കിൽ വള്ളുവനാട് കൊനാതിരിയും അതുപോലെ തന്നെ സാമൂതിരി രാജാവും തമ്മിലുള്ള മത്സരം, അവർ തമ്മിലുള്ള വാശി, പല കാരണങ്ങൾ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ അങ്ങോട്ടും പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വലിപ്പം സാമൂതിരി രാജാവിനായിരുന്നു, വലിയ രാജ്യമായിരുന്നു, വലിയ മഹാത്മ്യമുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വള്ളുവൻ കൊനാതിരി ഒരിക്കലും തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പരമാവധി. അപ്പൊ അന്വേഷിച്ചപ്പോ അതിന്റെ പിന്നീട് ശക്തി ഭഗവതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമൂതിരി തന്നെ ഭഗവതിയെ അവിടെ വന്ന്
അവിടെ ഇരുന്ന് പൂജിക്കാൻ ഒരു വലിയ ശ്രമം നടത്തി. അത് മനസ്സിലാക്കിക്കൊണ്ട് വള്ളുവനാട് രാജാവ് സാമൂതിരി രാജാവിനെ ക്ഷണിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരു വലിയൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഒരു തീരുമാനത്തിൽ. അതിനുശേഷമാണ് ഈ മാമാങ്കം ഇതേപോലെ ഗംഭീരമായിട്ട് നടത്താനും അവർ ആരംഭിച്ചത്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാലഘട്ടത്തിൽ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ തുടക്കം നമ്മൾ കുറിച്ചത്. പക്ഷേ ആ തുടക്കം കുറിച്ചെന്നല്ലാതെ വേണ്ട രീതിയിൽ മാമാങ്കത്തിന്റെ ഒരു പുനരാവിഷ്കാരം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. ഒരു സംശയം വേണ്ട, ആ കഴിവിന്റെ പരമാവധി വെച്ച് അത് വീണ്ടും അതേപോലെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എനിക്ക് പറയാം. ഇതാണ് തറ. ഇവിടെ നിന്നാണ് മാമാങ്കത്തിന് പോവുക. അതിന്റെ പിന്നിലുള്ളതാണ് എൻ്റെ മുത്തശ്ശിയെ പറ്റ തറവാട്. ഒന്നാമത്തെ ദേവസ്വത്തിന്റെ കളമ്പാട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ അമ്മൻ്റെ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. 8 വീട്ട് അച്ഛന്മാരിൽ ഒരു വീട്ടിലെ അച്ഛനാണ്. ഈ നാടിന്റെ അഭിമാനം കാക്കാൻ മരണമാണെങ്കിൽ മരണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ചാവേറുകളായിരുന്നു യഥാർത്ഥത്തിൽ മാമാങ്കത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം, 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വെച്ച് നടക്കുന്ന മാമാങ്കം എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരുന്നുവല്ലോ. എല്ലാം കൊണ്ടും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാര വാണിജ്യ ഉത്സവം. എവിടെ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു. ഒരു ഈ ചരിത്രം പരിശോധിച്ചത് വെറും വെട്ടിന്റെയും ചോലയുടെയും മാത്രം കഥയായിരുന്നു. ഒരു വലിയ വ്യാപാര ഉത്സവമായിരുന്നു. പുറത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വായിച്ചു കേട്ടുള്ള ജർമ്മനിയിൽ നിന്ന് വരെ അന്ന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വള്ളുവനാട്ടിലെ മഹോത്സവമായിരുന്നു യഥാർത്ഥത്തില് മാമാങ്കം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സാഹോദര്യത്തിന്റെ വലിയ ചരിത്രമാണ്, വ്യാപാരത്തിന്റെ, ആളുകളുടെ, ഉത്സവത്തിന്റെ ഒക്കെ ചരിത്രമാണ് മാമാങ്കം എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായി ഞങ്ങളുടെ സംഘടന പരിസ്ഥിതി സംഘടന എന്നതിന് പുറമെ ഈ സംസ്കാരവും അതേപോലെ തന്നെ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് സാംസ്കാരിക പരിപാടികളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന വലിയ 40 രാജ്യങ്ങളിലായി പറന്ന് നടത്തുന്ന വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഒരാളാണ് ശ്രീ രവീന്ദ്രൻ സാർ. അപ്പൊ ഇത് ചരിത്രത്തിന് പിന്നിലേക്ക് നടന്ന് നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതിനേക്കാളേറെ നമ്മുടെ കാലിൽ നിന്ന് ഒരു സ്വർണ്ണ പാദസരം വീണുപോയാൽ മുന്നോട്ട് നടന്നാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല, പിന്നിലേക്ക് നടന്നാലേ അതിനെ തിരിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ചടങ്ങിൽ കാണുന്നത്. ഉണ്ടാവുമെന്നതും ഉറപ്പ് തരുന്നു. പിന്നെ അതിൻ്റെ ചാകരത്തിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകുന്നേരം നമുക്ക് അതിൻ്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ അടുത്ത പ്രാവശ്യത്തേത് നമുക്ക് അവിടെ തന്നെ കുറച്ചുകൂടെ വളരെ വിപുലമായ രീതിയിൽ നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വായിച്ചു പരിചയമുള്ള ആൾ മാത്രമേ ഉള്ളൂ. ആ മാമാങ്ക സ്മരണകളെ ഇതുവരെ എത്തിച്ചതിന് പ്രധാന പങ്കുവെച്ച് മറാക്കുകയാണ്. അതിന് എല്ലാവരും നല്ല സന്തോഷമുണ്ട്, എല്ലാ കാര്യത്തിലും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അക്കാലങ്ങളിലെ സൗഹാർദ്ദ പ്രതിനിധികൾ എന്ന പോലെ ഇവിടെ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രവിയേട്ടൻ, ഒപ്പം ഞങ്ങൾ ചോട്ട എന്ന് വിളിക്കുന്ന ഞങ്ങൾ സദാശിവേട്ടൻ തുടങ്ങിയ എല്ലാവരും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതിനിധികളാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ മതസൗഹാർദ്ദവും സാഹോദര്യവും സ്നേഹവും നാളെയും വരും തലമുറകൾക്കും കൈമാറേണ്ടതാണ് നമ്മുടെ ചുമതല. ഈ ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 32 വർഷങ്ങൾക്ക് മുമ്പ് തിരുമന്ധാകുന്നിലെ ഈ ഭാഗത്ത് വെച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സദാശിവൻ സാർ ഇവിടെ ആദരിക്കപ്പെട്ടു എന്ന മഹത്തായ ഒരു ചടങ്ങിന് കൂടി ഈ വേദി സാക്ഷ്യമായി. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട മഞ്ഞളാംകുടി എളിയമ്മല്, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ രജിമ തൃശ്ശൂർ അടക്കമുള്ള എല്ലാവർക്കും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റിലെയും വെളിയക്കോയുടെയും ഒക്കെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് തിരുനാവായിലെ ചാവേർ തറയിൽ അവസാനിപ്പിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ
അരങ്ങേറിയിരുന്ന മാമാങ്കത്തിന്റെ ദീർഘസ്മരണകളുമായി റിയക്കോ തിരുനാവായ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാമാങ്ക മഹോത്സവം ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 4 വരെ തിരുനാവായ നിളാതീരത്ത് പ്രൗഢമായി അരങ്ങേറുകയാണ്. മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അങ്കവാൽ പ്രയാണം ഇന്ന് കാലത്ത് അങ്ങാടിപ്പുറം തിരുമാന്തംകുന്ന് ക്ഷേത്ര പരിസരത്തിൽ നിന്നും ആരംഭിച്ചു വെട്ടത്ത് രാജാവിന്റെ തലച്ചന്മാരായിരുന്ന ഉള്ളാട്ടിൽ തറവാട്ടുകയാണ്. ഉള്ളാട്ടിൽ രവീന്ദ്രൻ നയിക്കുന്ന അങ്കവാൽ പ്രയാണമാണ് അടുത്ത സ്വീകരണ കേന്ദ്രമായ മലപ്പുറം BJP ഓഫീസ് പരിസരത്തേക്ക് കടന്നുവരുന്നത്. ഇത് ഈ വർഷം അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ DTPCയിൽ എല്ലാ വർഷവും നിൽക്കുന്ന സ്വീകരണം എത്തരത്തിലുണ്ടായിരിക്കും, തീരെ ആളുണ്ടാവില്ല എന്നൊക്കെ പ്രതീക്ഷയായിരുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ വന്ന് അതൊക്കെ തുറന്ന് ഒരു വർക്കിംഗ് ദിവസം പോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള DTPCയിലെ ജീവനക്കാർക്ക് പ്രത്യേകിച്ച്, അത് കൂടാതെ മറ്റ് അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവർക്കൊക്കെ നന്ദി അറിയിക്കാണ്. സ്മരണകൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് ഗുരുക്കന്മാരുടെ, അവിടെ ചാവേർ പടയാളികളുടെ എല്ലാ കഥകളും നമ്മുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് തളിർത്ത് വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഓരോ വർഷവും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മാമാങ്ക മഹോത്സവത്തിൻ്റെ പ്രചരണം. എനിക്കായി ഒരുക്കി പൂക്കളും പരാഗവും എനിക്കും സ്നേഹത്തിൻ്റെ തെളിനീർച്ചാലും വാഴും നീ എൻ്റെ നാവിൽ പണ്ടു പതിഞ്ഞോര് ആദ്യക്ഷരം തീരും വാടാത്തൊര കടമ്പിൻ ജന്മം പോലെ. മാമാങ്ക സ്മരണകൾ മലയാളികളെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഈ മാമാങ്ക സ്മരണകൾ ഇന്നും ആളുകളെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ആ ആയോധന കലയോടും ആ ചരിത്രത്തോടുമുള്ള മലയാളികളുടെ, പ്രത്യേകിച്ച് നമ്മുടെ കവി മനോഹരമായിട്ടുള്ള ഒരു കവിത ആരംഭിച്ചു. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ വിരുന്നാണ്. DTPC അംഗങ്ങളോട് നമുക്ക് പ്രത്യേക നന്ദി കടപ്പാടുണ്ട്. റിയക്കോ 32 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ മാമാങ്കം ഇപ്രാവശ്യം 1, 2, 3, 4 തീയതികളാണ്. മാഘമാസത്തിലെ മകം വരുന്ന 3-ാം തീയതിയാണ് സ്മൃതിദിവസം കൊടുക്കും. 4-ാം തീയതി ഘോഷയാത്രയോടുകൂടി അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജാഹിദ്. എന്തായാലും ഈ ഒരു മഹത്തായ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരുന്നു. മണപ്പുറത്ത് വെച്ച് 12 വർഷത്തിലൊരിക്കൽ അരങ്ങേറിയിരുന്ന മാമാങ്കത്തിന്റെ ദീർഘസ്മരണകളുമാണ് മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാമാങ്ക സംഹിതകളെ കാത്തുസൂക്ഷിച്ച് സംരക്ഷണ വലയം തീർത്ത് നിലാതീരത്തെ സാംസ്കാരിക വിപ്ലവത്തിന്റെ മുദ്രകൾ ചാർത്തിയ റിയക്കോ തിരുനാവായി ഒരു വെളിച്ചം, ഒരു ലോകത്തിന്റെ എവിടെ തന്നെ കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളമെന്നോ ഇന്ത്യയെന്നോ പറയാൻ അറിയാത്ത രാജ്യപ്രശസ്തമായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ എന്തുകൊണ്ടും PM സാറ് ഞങ്ങളുടെ സെക്രട്ടറിയുമായി വളരെയധികം ഏതൊരു പരിപാടിക്കും നമ്മളുമായി സഹകരിക്കുന്ന ഈ കാര്യത്തെ ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശൈലജാനും ലാസ്റ്റ് ഇയറിലെ വിദേശകാര്യം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ശൈലജ മാമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ PM സാറിനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നത് അംഗവാൾ പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. മാമാങ്കത്തിൻ്റെ അംഗവാൾ പുറപ്പെട്ട് ഇവിടെയുള്ള ചെറിയ സ്വീകരണം കൊടുത്തിട്ടാണ് തിരുനാവായിക്ക് പോകുന്നത്. ഈ വർഷവും അതേപോലെ സാധ്യതമായി ഒരു തവണ ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്.
ഇത്തവണ ഇതേവരെ അതിന് പങ്കെടുക്കാൻ ക്ഷണിച്ചതിനും ഇവിടെ ഈ അംഗവാൾ പ്രയാണം ഇവിടെ വന്നതിനും ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അംഗവാൾ പ്രയാണത്തിന് എല്ലാ ആശംസകളും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. കഴിഞ്ഞ 32 വർഷമായി ഇതിൻ്റെ ചരിത്രവും സാംസ്കാരികവുമായ കാര്യങ്ങൾ പുതു തലമുറയ്ക്ക് കൈമാറുക എന്ന മഹത്തായ ദൗത്യമാണ്. ഈ കുടുംബത്തോടുള്ള നന്ദി ഞങ്ങൾ DECO മാമാങ്കം ട്രസ്റ്റ് വേണ്ടിയിട്ട് ഈ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഗംഭീര സ്വീകരണം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ സ്വീകരണത്തിന് ലഭിച്ച ആ നന്ദി കടപ്പാട് ഞാൻ പ്രത്യേകം മാധവൻ സാറിനും കുടുംബാംഗങ്ങളോടും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അതിൻ്റെ കാരണവരായിട്ടുള്ള നമ്മുടെ ഉള്ളാട്ടിൽ രവേട്ടൻ ഇന്ന് വള്ളുവനാടിൻ്റെ പല കുറുപ്പന്മാരെഴുതിയിട്ടുള്ള ആ വാളുമായിട്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട MLA മഞ്ഞളാംകുഴി അലി സാഹിബും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ഒക്കെ ഉള്ള സദസ്സിൽ വെച്ചിട്ട് ചാവേർ തറയുടെ മുന്നിൽ നിന്ന് മഞ്ചേരി മാധവന്മാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് ഒരു കാര്യം പറയണ്ടേ. കാരണം മാതൃഭൂമി സ്ഥാപിക്കാനും കേരളത്തിൽ മലബാറിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിനും മാതൃഭൂമി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനൊക്കെ വലിയ പങ്ക് വഹിച്ച മാധവന്മാർ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇറക്കുന്ന ആശ്വാസത്തിൽ മാമാങ്ക സപ്ലിമെന്റിൽ പ്രത്യേക ലേഖനം വരുന്നുണ്ട്. കൊണ്ടുവരുന്നതിന് വേണ്ടി ആ തറവാടിൻ്റെ പേര് വെച്ച് കൊണ്ടുവരണം എന്നുള്ള ആ തറവാടിനെ ഉയർത്തിപ്പിടിച്ച് കാട്ടുന്നതിന് വേണ്ടി രവിയേട്ടൻ നന്നായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. എന്തായാലും ആ തറവാടിനെ അന്ന് ഉള്ള ചരിത്രം തൊട്ട് വെട്ടത്ത് രാജാവിൻ്റെ ആ കാലം തൊട്ടുണ്ടായ ആ ചരിത്രം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളാണ് രവിയേട്ടൻ. അപ്പോൾ രവിയേട്ടനെ പോലുള്ള ആളുകൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു തരികയാണ് മാമാങ്കം. തീർത്തും എന്താ പറയുക, മതേതരത്വ നിലനിർത്തുന്നൊരു സംഗമം കൂടിയാണ് ഈ മാമാങ്ക മഹോത്സവം. ഇവിടെ വന്ന് ഞാൻ DECOനും നടക്കുന്ന അന്ന് ഞാൻ ഉമ്മറിനോട് പറഞ്ഞു, എനിക്ക് ഞാൻ പങ്കെടുക്കുന്നത് ഉള്ളാട്ടിലാണ്, എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ താല്പര്യം, ഉള്ളാട്ടിൽ ഒന്ന് താല്പര്യം, ആത്മാർത്ഥമായ ഒരു താല്പര്യം. അപ്പം ഇവിടെ വന്നു, അതിൻ്റെ ഭാഗവത്തായി സന്തോഷമായി, ആശംസ. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. അങ്കവാൾ പ്രയാണം ഇനി ഇവിടെ നിന്നും ആരംഭിച്ച് തിരുനാവായ സമാപിക്കുന്നതായിരിക്കും. ഇത്തരത്തിലൊരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് വളരെ വളരെ പ്രയാസപ്പെട്ടതാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അവരിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാട്ടുകാരെ എന്ന് പറയുന്നേക്കാൾ എനിക്ക് എൻ്റെ കുട്ടികളെ എന്ന് പറയാനാണ് ഇഷ്ടം. എൻ്റെ ഒരുപാട് കുട്ടികൾ ഇവിടെ പിന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ എല്ലാവർക്കും, പ്രത്യേകിച്ച് രവിയോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയും. ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ ക്യാപ്റ്റൻ്റെ വസതി കൂടിയായ
ഈ മാങ്ങാട്ടിരിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സംഭവ വികാസങ്ങളും ഇതിൻ്റെ പുറകിൽ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് റിയക്കോ. റിയക്കോ എന്ന ഈ പ്രസ്ഥാനത്തിന് 36 വർഷം പിന്നിടുകയാണ്. റിയക്കോ ഭാരവാഹികൾ, മാമാങ്കം ഭാരവാഹികൾ ഇവിടെ അവസാനിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് നിലപാട് തറയിലേക്ക് പോവുകയാണ്. കാലത്ത് തിരുമാന്താംകുന്ന് ദേവിയുടെ എല്ലാവിധ ആശീർവാദം ഏറ്റ് മലപ്പുറം ട്രൂത്ത് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ അവിടെ സ്വീകരണം കഴിഞ്ഞ് കൈലാസ മന്ദിരം കോട്ടക്കൽ ആര്യശാലയിൽ അവിടുന്ന് ഇവിടെ ഇപ്പോൾ സോപാനത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിലപാട് തറയിൽ പോയി ഈ ചാവേറിൻ്റെ വാള്, അതായത് അംഗവാൾ അവിടെ ഏൽപ്പിച്ചോടുകൂടി എൻ്റെ കർത്തവ്യം കഴിഞ്ഞു. തിരുനാവായി മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 32ാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അങ്കവാൾ പ്രയാണം ഇന്ന് കാലത്ത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്ര പരിസരത്ത് ചാവേർ തറയിൽ നിന്നും മഞ്ഞളാംകുടി അലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറത്തെയും കോട്ടക്കലിലെയും തിരൂരിലെയും സ്വീകരണം ഏറ്റുവാങ്ങി കൊടക്കലിലെ നിലപാട് തറയിലേക്ക് അങ്കവാൾ പ്രയാണം വെട്ടത്തുരാജാവിന്റെ തലച്ചെന്നോറായിരുന്ന മുള്ളാട്ടിൽ തറവാട്ടിലെ അംഗം മുള്ളാട്ടിൽ രവീന്ദ്ര ിന്റെ ഈ നിമിഷം റിയക്കോയെ സംബന്ധിച്ചിടത്തോളം നിലപാട് 1957 കൃഷ്ണപൊതുവാൾ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിത്വം വർഷങ്ങൾക്ക് മുമ്പാണ് പുസ്തകം രചിക്കുന്നത്. ആ പുസ്തകത്തിൽ നിലപാട് തറയുടെ കൃത്യമായ സ്ഥാനം എന്ന നിലക്ക് അന്നത്തെ ടൈൽ ഫാക്ടറി അടക്കമുള്ള ചിത്രം വെച്ചുകൊണ്ടുള്ള കൃത്യമായ പടം ജാഥ ക്യാപ്റ്റൻ രവീന്ദ്രൻ സാറിനെയും ഒരുമിച്ച് വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സാധിച്ചു. അതിന് സഹായിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സ്വന്തം എല്ലാവരും ആശംസകൾ 7:30 മണിയോട് തുടങ്ങി മലപ്പുറം ശ്രീമന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഈ ഒരു സമയത്ത് നിലപാട് തറയിലെത്തി വാളൂർ വിജയും ശ്രീ ചെങ്ങമല്ലി മുസ്തഫകൾക്ക് കൈമാറി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് മീഡിയ ന്യൂസ് തിരൂർ.